മോഹൻലാൽ എന്ന നടൻ്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും മികച്ച 10 സിനിമകൾ എടുത്താൽ അതിൽ ഒരു 4 സിനിമയെങ്കിലും സിബി മലയിലിൻ്റേതായിട്ടുണ്ടാകും. സിബി സാറ് മോഹൻലാലിനെ കൈകാര്യം ചെയ്ത പോലെ മറ്റ് പല സംവിധായകരും അത്രത്തോളം ആഴത്തിൽ മോഹൻലാൽ എന്ന നടനെ കലാകാരനെ കഴിവുകളെ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ്. അദ്ദേഹത്തിൻ്റെ പല ചിത്രങ്ങളും, ആദ്യ ചിത്രമായ മോഹൻലാലിനെ വെച്ച് അദ്ദേഹം ആദ്യമായിട്ട് ചെയ്യുന്നത് ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടാം എന്ന ചിത്രമാണ്. അതിലെ സ്കൂൾ അധ്യാപകനായ ആ മാഷ് പറയുന്ന ഡയലോഗുണ്ട്, അതായത് ഉപ്പുമാവിന് സാൾട്ട് മാങ്കോ ട്രീ എന്ന് പറഞ്ഞ് ആ സിനിമയിലെ എക്കാലവും ഓർക്കുന്ന ഒരു ഡയലോഗാണ്. ഉപ്പുമാവിന് എന്താ മാഷ് ഇംഗ്ലീഷിൽ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ സാൾട്ട് മാങ്കോ ട്രീ എന്ന് പറയുന്ന മോഹൻലാലിൻ്റെ രസികനായുള്ള ആ കഥാപാത്രം അവിടെ നിന്ന് അന്ന് മോഹൻലാലിനെ വെച്ച് ആ സിനിമ സംവിധാനം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ സിബിക്ക് സംവിധാനം ചെയ്യാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് അതിനെ നിരുത്സാഹപ്പെടുത്തി പിന്നീട് അതിൽ അഭിനയിച്ച ഒരാളാണ് മോഹൻലാൽ. എന്നാൽ പിന്നെ ഒരു രസകരമായൊരു സംഭവം എന്ന് പറഞ്ഞാൽ സിബി മലയിലിനെ അന്ന് സംവിധാനം ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തിയ മോഹൻലാൽ ആദ്യമായിട്ട് സ്വന്തം മോനുണ്ടായതിനു ശേഷം പ്രണവ് ആർട്സ് എന്ന പേരിലൊരു നിർമ്മാണ കമ്പനി ഉണ്ടാക്കിയപ്പോൾ തൻ്റെ ആദ്യത്തെ 3 ചിത്രങ്ങൾ സംവിധാനം ചെയ്യാൻ ഏൽപ്പിച്ചത് സിബി മലയിലിനെയാണ് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ ഒരു വസ്തുത. ആദ്യ ചിത്രമായ ഹിസ്ഹൈനസ് അബ്ദുള്ളയും തുടർന്ന് ഭരതവും അതിനുശേഷം കമലദളവും 3 ചിത്രങ്ങൾ തുടർച്ചയായി പ്രണവ് ആർട്സാണ് സിബി മലയിലിനെ നിർമ്മിച്ചത്. ഈ 3 ചിത്രങ്ങളിലും മോഹൻലാലിന് ശക്തമായ വേഷമായിരുന്നു. നല്ല അഭിനയ മുഹൂർത്തങ്ങളുടെ വേഷമായിരുന്നു. സംഗീത സാന്ദ്രമായ ചിത്രങ്ങളായിരുന്നു ഈ 3. ഹിസ്ഹൈനസ് അബ്ദുള്ളയിലെ അബ്ദുള്ളയും ഭരതത്തിലെ കലൂർ ഗോപിനാഥനും കമലദളത്തിലെ നന്ദഗോപനും ഒക്കെ കാലത്തെ അതിജീവിച്ച മനോഹരമായ കഥാപാത്രങ്ങളാണ്. സിബിയുടെ തൊട്ട് മുമ്പ് കിരീടം എന്ന ചിത്രം, സേതുമാധവൻ എന്ന മോഹൻലാലിൻ്റെ അതിശക്തമായ കഥാപാത്രം, സ്വന്തം അച്ഛനെ രക്ഷിക്കാൻ വേണ്ടി കൊലപാതകിയാകേണ്ടി വരുന്ന ഒരു മകൻ്റെ നിസ്സഹായതയും അതിൽ ചെന്ന് ആ മനുഷ്യൻ്റെ ജീവിതം തകർന്നു പോകുന്ന ആ കാഴ്ചകളുമൊക്കെ ലോഹിതദാസിൻ്റെ രചനയിൽ ശക്തമായിട്ട് സിബി വരച്ചു കാട്ടിയപ്പോൾ കാലത്തിനപ്പുറം മോഹൻലാൽ എന്ന നടൻ്റെ ഏറ്റവും മികച്ച വേഷങ്ങളിലൊന്നായി കിരീടം എന്നും നിലകൊള്ളുന്നു. അതുപോലെ തന്നെയാണ് ദശരഥത്തിലെ കഥാപാത്രം. ദശരഥത്തിലെ മോഹൻലാൽ അവതരിപ്പിക്കുന്ന ആ കഥാപാത്രം, ദശരഥത്തിലെ മോഹൻലാലിൻ്റെ അതിശക്തമായ വേഷം, ആ കഥാപാത്രത്തെ നമ്മൾ എക്കാലവും ഓർക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. അതിൽ ലാലേട്ടൻ്റെ പല രംഗങ്ങളും എത്ര കണ്ടാലും മതി വരാത്തതാണ്. കാരണം അഭിനയത്തിൻ്റെ വലിയൊരു തലത്തിലേക്ക് മോഹൻലാലിനെ പിടിച്ചുയർത്തിയൊരു കഥാപാത്രമാണ് ദശരഥത്തിലെ രാജീവ് മേനോൻ എന്ന മോഹൻലാലിൻ്റെ ആ ശക്തമായ കഥാപാത്രം. അതിലെ ക്ലൈമാക്സ് രംഗമൊക്കെ നമ്മൾ ഇപ്പോഴും ഓർക്കുമ്പോൾ വലിയൊരു നിറകണ്ണുകളോട് മാത്രമേ നമുക്ക് ഓർക്കാൻ കഴിയുള്ളൂ. കൈകൾ കൊണ്ട് മോഹൻലാൽ അഭിനയിക്കുന്ന ഒരു സിനിമയാണത്. ലാസ്റ്റ് മുഹൂർത്തത്തിൽ കൈകൾ പോലും അഭിനയത്തിൻ്റെ ആ ചലനങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരു സീനുണ്ട്. സുകുമാരിയുടെ തോടത്ത് കൈവച്ച് മാഗിനെ ഞാൻ അമ്മയെന്ന് വിളിച്ചോട്ടെ, മാഗി ആനി മോനെ സ്നേഹിക്കുന്ന പോലെ മാഗിക്ക് എന്നെ സ്നേഹിച്ചുകൂടെ എന്ന് ചോദിക്കുന്ന ആ രാജീവ് മേനോൻ്റെ ആ നിഷ്കളങ്കതയും ലാളിത്യവുമൊക്കെ വളരെ മനോഹരമായിട്ടാണ് മോഹൻലാൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിശക്തമായിട്ടൊരു കഥാപാത്രമാണ് ലോഹിതദാസ് സിബി മലയിലിന് വേണ്ടി എഴുതുകയും മോഹൻലാലിനെ വേണ്ടി മാറ്റിവെക്കുകയൊക്കെ ചെയ്തത്. അതിലെ മോഹൻലാൽ ആ കുടിച്ച് എപ്പോഴും മദ്യപിച്ച് നടക്കുന്ന, ജീവിതം കളിപ്പാട്ടം പോലെ തട്ടിത്തെറിപ്പിക്കുന്ന രാജീവ് മേനോൻ്റെ എന്ന ശക്തമായ കഥാപാത്രം കാലത്തിനപ്പുറം സഞ്ചരിച്ചൊരു സിനിമയാണ്. അതിനുശേഷം ആണ് ഹിസ്ഹൈനസ് അബ്ദുള്ളയൊക്കെ വരുമ്പോൾ, ഹിസ്ഹൈനസ് അബ്ദുള്ളയിൽ ആ സംഗീതസാന്ദ്രമായ ആ തമ്പുരാനായിട്ട് മോഹൻലാലെത്തുന്ന അനന്തൻ എന്ന കഥാപാത്രമായിട്ട് അബ്ദുള്ള അനന്തനാകുന്നതും, അതുപോലെ തന്നെ ചേട്ടനൊപ്പം സംഗീതം അവതരിപ്പിച്ച് നടക്കുന്ന അനിയൻ ചേട്ടൻ മദ്യപിച്ച് പാടാൻ കഴിയാത്ത അവസരത്തിൽ ചേട്ടന് വേണ്ടി പാടി അനിയൻ പ്രശസ്തനാകുന്നതുമൊക്കെ കലൂർ ഗോപിനാഥനിലൂടെ ഭരതം എന്ന ചിത്രത്തിൽ വരച്ചു കാട്ടുമ്പോൾ മോഹൻലാൽ എന്ന നടൻ്റെ കരിയറിലെ മികച്ച കുറേ വേഷങ്ങൾ സിബി മോഹൻലാലിനായി നൽകുകയായിരുന്നു. നൃത്തം അറിയാഞ്ഞിട്ടും മനോഹരമായി നൃത്തം ചെയ്ത സിനിമയാണ് കമലദളം. നന്ദഗോപൻ്റെ ആ നൃത്തച്ചുവടുകൾ കാലത്തിനപ്പുറം
മലയാള പ്രേക്ഷകർ സ്വീകരിച്ച ഒന്നാണ്. ഇന്നും ആ സിനിമ കാണുമ്പോൾ മലയാളിക്ക് കൗതുകത്തോടെ അത്ഭുതത്തോടെ നോക്കിയിരുന്ന് കാണുന്നൊരു സിനിമയാണ് നന്ദഗോപൻ്റെ കമലദളം. അതുപോലെ തന്നെ സിബി മലയിലിന് വേണ്ടി എം ഡി വാസുദേവൻ നായർ എഴുതിയ സതയം എന്ന സിനിമയിലെ കഥാപാത്രം, സതയത്തിലെ മോഹൻലാലിൻ്റെ അതിശക്തമായ കഥാപാത്രത്തെ എപ്പോഴും ഒരു വല്ലാത്തൊരു ഉൾ വേദനയോടെ അതല്ലാതെ ഓർക്കാൻ കഴിയുകയില്ല. കാരണം അത് മനസ്സിൽ അത്രമാത്രം ആഴത്തിൽ പതിഞ്ഞൊരു കഥാപാത്രമാണ് അതിലെ കഥാപാത്രം. അതിലെ ആ സിനിമ ചിത്രീകരിക്കുന്ന സമയത്ത് എം ഡി വാസുദേവൻ നായർക്കൊരു നിർബന്ധമുണ്ടായിരുന്നു. ഒറിജിനലായിട്ട് മോഹൻലാലിനെ തൂക്കിലേറ്റുന്ന കയറൊക്കെ ഒറിജിനാലിറ്റി വേണമെന്ന് പറഞ്ഞ് ആ മുമ്പ് തൂക്കാൻ ഉപയോഗിച്ച ഒരു കയർ തന്നെയാണ് ആ ചിത്രത്തിൽ മോഹൻലാലിൻ്റെ കഴുത്തിലിടാൻ ഉപയോഗിച്ചിരുന്നതെന്നൊക്കെ ഒരു അഭിമുഖത്തിൽ വായിച്ച് കേട്ടിട്ടുണ്ട്. ആ കഥാപാത്രത്തോട് അത്രമാത്രം നീതി പുലർത്താൻ മോഹൻലാലിന് കഴിഞ്ഞു എന്നതാണ്. കാരണം മോഹൻലാലിനെ ആ സീനിൽ കഴുത്തിൽ കറുത്ത തുണി കൊണ്ട് മൂടി കഴുത്തിൽ കുരുക്ക് ഇടുന്ന ആ സീൻ ചിത്രീകരിക്കുമ്പോൾ വല്ലാത്ത ഭീതിയോടെയാണ് ആ രംഗം ചിത്രീകരിച്ചെന്ന് ഒരു അഭിമുഖത്തിൽ സിബി മലയിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത്രമാത്രം തീവ്രത നിറഞ്ഞ ഒന്നായിരുന്നു അതിലെ മോഹൻലാലിൻ്റെ കഥാപാത്രം. ലാലേട്ടൻ ദേശീയ അവാർഡ് നേടിക്കൊടുത്തൊരു ചലച്ചിത്രമാണത്. ഭരതത്തിലെയും സതയത്തിലെയും അഭിനയത്തിനാണ് ലാലേട്ടൻ ദേശീയ അവാർഡ് ആദ്യമായി കിട്ടിയത്. വളരെ മികച്ച ഒരു കഥാപാത്രമായിരുന്നു അത്. അതിനുശേഷമാണ് ചെങ്കോല് വരികയും സേതുമാധവൻ്റെ പതനത്തിൻ്റെ രണ്ടാം കഥ പറഞ്ഞ ചെങ്കോല് വരികയും ധനം എന്ന സിനിമ ഇറങ്ങുകയൊക്കെ ചെയ്തത്. ധനമൊക്കെ വലിയ ഹിറ്റായില്ലെങ്കിലും മോഹൻലാൽ എന്ന നടൻ്റെ ഓർത്തിരിക്കാൻ കഴിയുന്ന നല്ലൊരു വേഷമായിരുന്നു ധനം. എന്നാൽ പിന്നീട് മോഹൻലാൽ എന്ന നടനെ വെച്ച് സിബി മലയിൽ സംവിധാനം ചെയ്ത് ഏറ്റവും കൂടുതൽ ഉണർവുണ്ടാക്കിയൊരു സിനിമയായിരുന്നു സമ്മർ ഇൻ ബെത്ലഹേമിലെ മോഹൻലാലിൻ്റെ അതിഥി വേഷം. നിരഞ്ജൻ എന്ന കഥാപാത്രം എന്ന ഒറ്റ കഥാപാത്രം കൊണ്ട് തന്നെ ആ സിനിമ തിയേറ്ററുകളിൽ വലിയ ചലനം സൃഷ്ടിച്ച ഒന്നാണ്. നിരഞ്ജൻ്റെ ആ ഡയലോഗും കാലത്തിനപ്പുറം നീക്കിവെച്ച ശക്തമായൊരു കഥാപാത്രമായിരുന്നു സിബി മോഹൻലാലിനായി മാറ്റിവെച്ചത്. ആ കഥാപാത്രമായി വേറൊരു നടനെയും നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. നിരഞ്ജൻ എന്ന കഥാപാത്രം ചെയ്യാൻ മലയാളത്തിൽ നിന്നല്ല ഇന്ത്യൻ സിനിമയിൽ പോലും മോഹൻലാൽ കഴിഞ്ഞ് മറ്റൊരു നടനുള്ളൂ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന അത്ര ശക്തമായൊരു കഥാപാത്രമായിരുന്നു സിബി മലയിൽ മോഹൻലാൽ എന്ന കൂട്ടുകെട്ടിൽ ആ സിനിമയ്ക്കായി മാറ്റിവെച്ചത്. പിന്നീട് ഉസ്താദ് വന്നു, ഫ്ലാഷ് വന്നു, പല ദേവദൂതം വന്നു. എന്നാൽ ഈ പടങ്ങൾക്കൊന്നും പിന്നീട് വന്ന പല പടങ്ങൾക്കും മോഹൻലാലിൻ്റെ കരിയറിൽ വലിയൊരു ചലനം ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിലും സിബി മലയിൽ എന്ന സംവിധായകൻ്റെ 3-4 ചിത്രങ്ങളെടുത്താൽ ആ സിനിമകൾ മോഹൻലാലിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച സിനിമകളുടെ കൂട്ടത്തിൽ എന്നും നിലനിൽക്കുന്ന ഒന്നാണ്. ഭരതം, സതയം, കിരീടം, കമലദളം എന്നിങ്ങനെ കുറച്ച് ചിത്രങ്ങൾ കാലത്തെ അതിജീവിച്ച ഏറ്റവും മികച്ച സിനിമകളാണെന്നുള്ളതാണ് വാസ്തവം.